പ്രൈസ് ബി ടു ജീസസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഒരിക്കൽ കൂടി സിസ്റ്റർ ഷോള് ദണ്ഡഗതികേട് വന്നിരിക്കുകയാണ്. ഒരിക്കൽ ഒരു ഷോൾ ഇട്ടിരുന്നു, ഒരു വീഡിയോ ഷോൾ ഇട്ടിട്ട് ചെയ്തിരുന്നു. ഒരുപാട് മക്കള്, മാതാപിതാക്കള് ഒക്കെ അത് വളരെയധികം ഹാർദവമായിട്ട് ആ വീഡിയോ സ്വീകരിച്ചു. ഒരിക്കൽ കൂടെ ഷോൾ ഇട്ടിട്ട് നിൽക്കേണ്ടി വരികയാണ്. ഇതൊരു ഫാൻസി ഡ്രസ്സിന് ഷോൾ ഇട്ടേക്കണതല്ല. ഇത് ഇങ്ങനെ ഇട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മായുകയില്ല. എന്താണ് കാര്യമെന്ന് സിസ്റ്റർ പറയുന്നില്ല, എവിടെയാണ് സ്ഥലമെന്ന് പറയുന്നില്ല. എന്തായാലും ACC പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഏകദേശം ഇങ്ങനത്തെ ഷോൾ തന്നെയായിരിക്കും, നല്ല വർക്കൊക്കെ ഉള്ള ഷോളാണ്, ബ്ലൂ കളർ. ACC പഠിക്കുന്ന പെൺകുട്ടി കുർബാനയ്ക്കും കാറ്റീസം ക്ലാസ്സിനും ഷോൾ ഇട്ട് വന്ന വിവരമാണ് സിസ്റ്റർ പറയുന്നത്. ഇങ്ങനെയാണ് അവൾ ഷോൾ ഇട്ടിട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ട് അവിടുത്തെ വികാരി അച്ഛൻ അല്ലെങ്കിൽ മാഷ്മാരെല്ലാവരും ഒരു ചർച്ച പോലെ വന്ന് മാഷ്മാർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞാൽ കൂട്ടാക്കില്ല, അച്ഛനൊന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ ആ ഇടവകയിലെ വികാരി അച്ഛൻ ഈ പെൺകുട്ടിയോട് മമ്മിയും കൊണ്ടുവരാൻ പറഞ്ഞു. ചുണ്ടൊക്കെ തേച്ച് കുർബാനയ്ക്ക് ശേഷം ചുണ്ട് റെഡാക്കിയ ഒരു മമ്മിയും ഈ മകളും കൂടിയിട്ട് വികാരി അച്ഛൻ്റെ പള്ളിമേടയുടെ അവിടേക്ക് വന്നു, കാണാനായിട്ട് വന്നു. അച്ഛൻ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, വളരെ പുഞ്ചിരിയോടും വളരെ ശാന്തതയോടും കൂടെ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ മകള് ഷാൾ ഇട്ടിട്ട് ഈ കുർബാനയ്ക്ക് ഇങ്ങനെ നിൽക്കണതും, അതുപോലെ തന്നെ കാറ്റീസം ക്ലാസ്സിൽ ACC എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് പോലെയല്ല, കുറച്ചും കൂടി മുതിർന്ന കുട്ടികളായി, പ്രായം ചെന്ന മക്കളാണ്. അപ്പോൾ ഷാളൊക്കെ ഒന്നുകിൽ ഈ ഷാൾ ഇങ്ങനെ ഒന്ന് ഇറക്കിയിടുക, അല്ലെങ്കിൽ ഈ ഷാൾ എടുത്ത് ഇങ്ങോട്ട് ഇടുക. അങ്ങനെ ഷാളൊന്ന് വൃത്തിയായിട്ട് ഇട്ടിട്ട് വരികയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും, മമ്മി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്നാണ് വികാരി അച്ഛൻ ഈ മമ്മിയോട് പറഞ്ഞത്. അപ്പോൾ ഈ മമ്മി പറഞ്ഞ മറുപടിയാണ് ഇന്നത്തെ നൂതന മമ്മിമാരോട് സിസ്റ്റിന് പറയാനുള്ളത്. ഈ മമ്മി അച്ഛനോട് പറഞ്ഞു, വികാരി അച്ഛൻ കുറച്ച് പ്രായമുള്ളതാ, അച്ഛാ ഈ പ്രായത്തിലും എൻ്റെ മകളിങ്ങനെ ഷാൾ ഇട്ട് വരുമ്പോൾ അച്ഛന് പ്രലോഭനം വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. എൻ്റെ മകള് പള്ളിയിലേക്കും ACC കാറ്റീസം ക്ലാസ്സിലേക്കും ഇങ്ങനെ ഷാൾ ഇട്ട് വരുമ്പോൾ അച്ഛന് പ്രലോഭനം വരുന്നുണ്ടോ എന്നാണ് ഈ മമ്മിയുടെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന് മറുപടി പറയുക? എന്താണ് ഇതിന് മറുപടി പറയുക? ആരെയാണ് ഇതിൽ കുറ്റപ്പെടുത്തുക? നോമ്പുകാലത്ത് കോട്ടയം രാമപുരത്ത് കുഞ്ഞച്ചൻ്റെ പള്ളിയിൽ, വലിയ പള്ളിയാണ്, ലാറ്റിൻ ചർച്ചാണ്, അവിടെ സിസ്റ്റിൻ്റെ ഏകദിന ധ്യാനത്തിന് വിളിച്ചു. ഞാനും പ്രേക്ഷിതരും 3 പേരും ഞാനും കൂടി കടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച, അവിടെ കാറ്റീസം കുട്ടികൾക്കും മാതാപിതാക്കൾക്കായിരുന്നു സിസ്റ്ററുടെ ധ്യാനം വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ ആ പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോൾ കാറ്റീസം ടീച്ചേഴ്സ് യൂണിഫോം സാരി, കാറ്റീസം 1ാം ക്ലാസ് തൊട്ട് ACC വരെയുള്ള എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും യൂണിഫോം ഡ്രസ്സ്. പെൺകുട്ടികൾ ബ്ലൂ വെള്ള ഷോള്, ആൺകുട്ടികൾ വൈറ്റ് ഷർട്ട് ബ്ലൂ പാൻറ് ഇട്ടിട്ട്, എല്ലാ കാറ്റീസം കുട്ടികളും. അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേക നല്ല ഭംഗിയുള്ള യൂണിഫോം സാരി എല്ലാ കാറ്റീസം അധ്യാപകർക്കും. ഒരുപാട് സന്തോഷം തോന്നി. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യൂണിഫോം തൃശ്ശൂർ എല്ലായിടത്തും വെച്ചുകൂടാ? പള്ളിയിലേക്ക് വരുന്നത് മാന്യമായ വസ്ത്രധാരണ രീതി, മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ രീതി പ്രകടിപ്പിക്കാനും ഷോ കാണിക്കാനുള്ള സ്ഥലം ഇടവക പള്ളിയല്ല, അതിനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇടവക പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ, മത ബോധന ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ, കാറ്റീസം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്. അപ്പോൾ നമ്മൾ മാന്യമായ വസ്ത്രധാരണ രീതി അതാരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആരാണ് പഠിപ്പിക്കേണ്ടത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ഇതിന് മറുപടി കണ്ടെത്തുക. സിസ്റ്റർ മറുപടി പറയുന്നില്ല. പിന്നിയ മുടിയോ സ്വർണ്ണ ആഭരണങ്ങളോ അല്ല ഒരു സ്ത്രീയെ
മഹത്തരമാക്കുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. സ്ഥലം ഇപ്പൊ ഇതിനോടൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിണ്ടാവും. എന്തുകൊണ്ട് യൂണിഫോം ധരിച്ചുകൂടാ? നമ്മള് സ്കൂളൊക്കെ മാർച്ച് ഏപ്രിൽ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടച്ച് മെയ് സ്കൂൾ ജൂൺ തുറക്കുമ്പോഴേക്കും എല്ലാ അധ്യാപകരും എല്ലാ മാതാപിതാക്കളും സ്കൂളിലേക്ക് ഓടും യൂണിഫോം വാങ്ങാൻ, ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ. അവിടെ നിന്ന് തരുന്ന നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് വേദോപദേശത്തിന് ഒരു യൂണിഫോം കൊടുത്തുകൂടാ? ഇപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സൺഡേ ക്ലാസ് ഒക്കെ അടച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അധികാരികള്, തിരുസഭ അധികാരികള് ചിന്തിക്കേണ്ട, ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു എളിയ നിർദ്ദേശമാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു താക്കീതാണ്. ആമേൻ.